അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ആയത്ത് ഫഹൽ തറാ ലഹും മിൻ ബാഖിയ. അവിടെ ഒന്നാമത്തെ അക്ഷരം പച്ച നിറത്തിൽ ഫ, ചുവപ്പ് നിറത്തിൽ ഹ, നീല നിറത്തിൽ ലാമ്, ലാമിന് സുക്കൂന്. ഫഹൽ. മഞ്ഞ നിറത്തിൽ ത, പച്ച നിറത്തിൽ റോ, ചുവപ്പ് നിറത്തിൽ ഫതഹ നീട്ടാനുള്ള അലിഫ്. തറാ. നീല നിറത്തിൽ ല, മഞ്ഞ നിറത്തിൽ ഹു, പച്ച നിറത്തിൽ മീമ്. ലഹും. ചുവപ്പ് നിറത്തിൽ മീ, നീല നിറത്തിൽ നൂന്. മീൻ. പച്ച നിറത്തിൽ ബ, ചുവപ്പ് നിറത്തിൽ അലിഫ്, നീല നിറത്തിൽ ഖീ. മഞ്ഞ നിറത്തിൽ യാ, പച്ച നിറത്തിൽ തിൻ. ബാഖിയത്തിൻ. ഇനി അതിൻ്റെ താഴെ വരിയിലേക്ക് നോക്കൂ. അതിനെങ്ങനെയാണ് നമ്മൾ കൂട്ടി എഴുതുകയും വായിക്കുകയും ചെയ്യേണ്ടത്? ഫഹൽ. അവിടെ ഫായിനെ ഹായിലേക്കും ഹായിനെ ലാമിലേക്കും ചേർത്ത് എഴുതി. ഫഹൽ. തറാ. അവിടെ തായിനെ റോയിലേക്ക് ചേർത്ത് എഴുതി. തറാ. ലഹും. അവിടെ ലാമിനെ ഹായിലേക്കും ഹായിനെ മീമിലേക്കും ചേർത്ത് എഴുതി. ലഹും. മീൻ. അവിടെ മീമിനെ നൂനിലേക്ക് ചേർത്ത് എഴുതി. അതിന് മുകളിൽ ഒരു ചെറിയ മീം, ഒരു ചെറിയ മീമുണ്ട്. ഈ നൂനിനെ മീമാക്കി മറിച്ച് ഉച്ചരിക്കണം എന്ന് അറിയിക്കുന്നൊരു അടയാളമാണ് ആ ചെറിയ മീം അവിടെ നൽകിയിട്ടുള്ളത്. ബാഖിയത്തിൻ. അവിടെ ബായിനെ അതിനുശേഷമുള്ള അലിഫിലേക്ക് ചേർത്ത് എഴുതി. ഖാഫിനെ യായിലേക്ക് ചേർത്ത് എഴുതി. യായിനെ അതിനുശേഷമുള്ള ഹത്തായിലേക്ക് ചേർത്ത് എഴുതി. ബാഖിയത്തിൻ. അവിടെ വഖഫ് ചെയ്യുമ്പോൾ ബാഖിയ അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. ഇനി നോക്കൂ, എങ്ങനെയാണ് കൂട്ടി ഓതേണ്ടത്? ഫഹൽ തറാ ലഹും മിൻ ബാഖിയ. ഇനി മുസ്അഫ് എടുത്തപ്പോൾ നോക്കി ഓതിക്കോളൂ. ഫഹൽ തറാ ലഹും മിൻ ബാഖിയ. ആവർത്തിച്ച് ഓതി പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.